മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ക്രിസ്ത്യൻ പള്ളീൻ്റെ ഒരു സ്റ്റൈലും അതൊന്നും കാണുന്നില്ലല്ലോ, ഒരു ആർച്ചുകളൊന്നും സ്ഥിരമായിട്ടുള്ള കാണുന്നില്ലല്ലോ. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണുള്ളത്, ചർച്ചിലാണ്. നമ്മളുടെ മനസ്സിലാക്കിയുള്ള ഒരു ചർച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈനുകളും അതുപോലെ പല ലൈറ്റുകളും നല്ല ഉയർന്ന ഒരു ഹാളും, ഉയർന്ന ഹാൾ ഇവിടെയുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ വരുന്നേ ഉള്ളൂ. ആർച്ച് ഷേപ്പിലുള്ള ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കൊത്തുപണികളും അതൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ നമ്മുടെ ഇലക്ട്രിക്കൽ ചാനലാണല്ലോ ഈ വേവ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അതുപോലെ നമ്മളെ ഇവിടെ ഒരുപാട് പോയിൻറ്റുകളും ലൈറ്റുകളും അതിൻ്റെ വർക്കുകളൊന്നും, സ്വിച്ച് ബോർഡ് മുതലുള്ള എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെയും കൂടിയും കാണിക്കാം എന്ന രീതിയിലാണ് ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചർച്ച് ഉള്ളത് ഞാൻ ഒന്നൊരു പരിചയപ്പെടുത്താം. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 25 മീറ്ററോളം ലെങ്ത് ഉണ്ട്. ഇത് വലിയ ചർച്ച തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഉയരവും 2 ഫ്ലോർ ഹൈറ്റ് ഉണ്ട്. ഏകദേശം 8-9 മീറ്ററോളം ഉയരമുണ്ട്. മാത്രം ഇവിടെ പ്രത്യേകമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റുള്ള ചർച്ചകളിൽ നിന്നൊക്കെ ഈ ഒരു സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ഏരിയ ഉണ്ട് മുകളിൽ. അതുപോലെ ബാക്കിൽ ബാൽക്കണി ഉണ്ട്, മുകളിലും ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ 2 സൈഡിലും മുകളിലും ഇവിടെയും ഉണ്ട് ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. നല്ല ഉയരമുണ്ട്, നല്ല 2 ഫ്ലോറിൻ്റെ നല്ലൊരു ഉയരമുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ വിൻഡോൻ്റെ മുകളിലൊക്കെ ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട്. സാധാരണ നമുക്ക് ചർച്ചിലൊക്കെ കയറി തന്നെ അറിയാം, ഒരുപാട് ലൈറ്റുകൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും അതുപോലെ സിമെൻറ്റിലൊക്കെ ഉള്ള കൊത്തുപണികളും ഒരുപാട് ആർച്ചുകൾ കാണാനുണ്ട്. ഇവിടെയും എന്താണ്, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് സ്റ്റേജ് സെക്ഷൻ അങ്ങോട്ട് വരുന്നത്. പ്രസംഗങ്ങളും പരിപാടികളൊക്കെ അങ്ങനത്തെ ഇതൊക്കെ പ്രസംഗിക്കുന്ന പീഠങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ഇവിടെ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് പ്ലഗുകൾ കാണണം, ആംപ്ലിഫയർ, സെറ്റ് സിസ്റ്റംസ്, അതിൻ്റെ ഒരു സെക്ഷൻ, അതിനൊക്കെ ഒരു കണ്ടിട്ടുള്ളത് ഈ ഒരു ഇവിടെയാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരു ഏരിയ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫ്രണ്ട് നമുക്ക് ബാക്കിലേക്ക് നോക്കി തന്നെ നല്ലൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഈ 2 സൈഡിൽ ഈ ഒരു ബാൽക്കണി ഉണ്ട്, 2 സൈഡിലും ബാക്കിലും. അതുപോലെ മുകളിൽ സീലിംഗ് ജിപ്സം കൊണ്ട് സീലിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ, അതുപോലെയുള്ള സീലിംഗ് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ ഫസ്റ്റത്തെ ഇപ്പോൾ പണി നടക്കുന്ന വീഡിയോ എടുക്കാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, ഒരു ചർച്ചാണോ തന്നെ മനസ്സിലാവാൻ കഴിയുന്നില്ല. അവസാനത്തിലും വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ളൊരു മാറ്റം നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. അപ്പോൾ ഓരോ സ്റ്റേജിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ടിങ് ചെയ്യുന്നത്, സ്വിച്ച് ബോർഡ്, ഇതിൻ്റെ വയറിംഗ് എല്ലാം നമുക്ക് പ്രത്യേകം ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ജനൽ, വാതിൽ, അതിൻ്റെയൊക്കെ മുകളിലൊക്കെ ഓരോ പോയിന്റുകൾ വെക്കുന്നുണ്ട്. ഓരോ ലൈറ്റ് പോയിന്റുകൾ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഫാൻ പോയിന്റുകൾ, ലൈറ്റ് പോയിന്റുകൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലോറിലൂടെ കുറച്ചുകൂടി പ്ലഗിൻ്റെ ആവശ്യമുണ്ട്, അവിടെയൊക്കെ സോക്കറ്റ് വേണം. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഡോറുകളായിരിക്കും. ആ പഴയൊരു സ്റ്റൈലുള്ള വലിയ ഡോറുകളായിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ വലിയ ഡോറുകളാണ് ഇവിടെയുള്ളത്. കണ്ടോ, അപ്പുറത്തും ബാക്ക് സൈഡിലും ഒരു ഡോറ്. അങ്ങനെ ടോട്ടൽ 5 ഡോറുകളുണ്ട്. വലിയ ഡോറുകളാണുള്ളത്. പ്രത്യേക ഒരു സ്റ്റൈലാണ് ഡോറുകളും വിൻഡോകളും എല്ലാം. ഇവിടെയാണ് നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് കണ്ടിട്ടുള്ളത്. ഈ ഒരു ഡോറ് കയറിയ ഈ സൈഡിൽ 2 സൈഡാക്കിയിട്ട് സ്വിച്ച് ബോർഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ 2 സൈഡ്, ഇവിടെ ഒരു സ്വിച്ച് ബോർഡും നേരെ തൊട്ടപ്പുറത്ത് ആ ഒരു ഡോറിൻ്റെ അവിടെ ഒരു സ്വിച്ച് ബോർഡ്. ലൈറ്റിൻ്റെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ബോർഡ് അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അഡീഷണലി വേണ്ടത് സ്പീക്കറിൻ്റെ പോയിന്റുകളാണ്. ഓഡിറ്റോറിയത്തിലൊക്കെ വെക്കുന്ന പോലെ നമുക്ക് സ്പീക്കർ ഒരു ഹാളിലും അവിടെ ഒന്ന്, അതുപോലെ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, സറൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ബാൽക്കണിയിൽ 2 സ്പീക്കറും എന്ന രീതിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ടിങ് ചെയ്യണം ആദ്യം തന്നെ. അതിന് ശേഷം കേബിൾ വലിക്കണം.
അപ്പോൾ നമുക്ക് കാണുമ്പോൾ തീരെ ഒരു ഭംഗിയില്ലാത്ത ഇതെന്താണ് എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ചെയ്ത് വരുന്ന ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. പല നമ്മൾ വേറെയുള്ള ചർച്ചിലൊക്കെ പോയപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട്, ഈ സീലിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരൊറ്റ വലിയ ഒരു ഫാൻ വെക്കുന്നത് പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 3 മീറ്ററോളം വലിപ്പമുള്ള ഒരു ഫാനൊക്കെ പ്രത്യേകം തന്നെ ഒരു മോട്ടറെല്ലാം ഫിറ്റാക്കിയിട്ടാണ് അതിൻ്റെ വർക്കിംഗ് എല്ലാം നടക്കുന്നത്. ആ രീതിയിൽ ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് സൈഡിലൊക്കെ ഒരുപാട് വാൾ ഫാനുകളും എല്ലാം ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് സ്വിച്ച് ബോർഡുകൾ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, 2 സൈഡിലാക്കിയിട്ട്. അതുപോലെ ഈ സ്റ്റേജിൻ്റെ സെക്ഷനിലേക്ക് പ്രത്യേകം പവർ പ്ലഗുകൾ വേണം. കുറച്ച് സ്റ്റേജിന് കുറച്ച് താഴെയായിട്ട് ആംപ്ലിഫയറിന് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പ്രത്യേകം സർക്യൂട്ടുകളും ആ രീതിയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടതുണ്ട്. പവർ പ്ലഗിന് വേറെ തന്നെ, ലൈറ്റിന് വേറെ, ആ രീതിയിലാക്കിയിട്ടാണ് നമ്മൾ സെക്ഷൻ ആക്കിയിട്ട് തന്നെ സർക്യൂട്ടും ചെയ്യണം. അതൊക്കെ വയറിങ്ങിൻ്റെ സമയത്തും അതുപോലെ ഈ കോൺഡ്യൂട്ടിങ്ങിൻ്റെ സമയത്തും DB ആ സമയത്തൊക്കെ നമുക്ക് മറ്റ് വീഡിയോകൾ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തിയാണ്. ഏകദേശം 20 മീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്ത്. ഈ ചർച്ചിൻ്റെ ഹൈറ്റ് ഒരു 8.5-9 മീറ്ററോളം ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ പൂർണ്ണമായൊരു ഭംഗി ഇവരുണ്ടെങ്കിൽ സീലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ലൈറ്റെല്ലാം ഫിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അതേപോലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഈ ഫ്രണ്ടിലുണ്ടാകുന്ന ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ആർച്ച് ഷേപ്പിലാണ് ആർച്ച് ഷേപ്പാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. ഏകദേശം ഇങ്ങനെ കൊടുത്തിട്ടൊരു ആർച്ച് അതെല്ലാം ഇവിടെ ചെയ്യാറുണ്ട്. ഒരുപാട് വർക്കുകളുണ്ട്, സിവിൽ വർക്കുകൾ അതുപോലെ എല്ലാ വർക്കുകളും ഉണ്ട്. നമ്മളെ വർക്കും അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് നമ്മളെ വീഡിയോയിൽ ഇലക്ട്രിക്കൽ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്ത ഒരു പാർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ച് ബോർഡ് വെക്കുന്നത്, കോൺഡ്യൂട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോകളും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.